ഇനി റിങ്കിൾ ടോബിന് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർക്ക് എങ്ങനെയാണ് തിരുവിതാംകൂറിലേക്ക് പ്രവേശനം കിട്ടിയതെന്ന് അറിയണ്ടേ? അതിൻ്റെ ചരിത്രവും പറയാം. ചരിത്രം ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ ചരിത്രമുണ്ട്. അപ്പോൾ ശശികല ടീച്ചറൊക്കെ പറയുന്നത് പോലെ ഹൈന്ദവ രാജാക്കന്മാരുടെ മതസഹിഷ്ണുത കൊണ്ടൊന്നുമല്ല തിരുവിതാംകൂറിലേക്ക് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾക്ക് പ്രവേശനം കിട്ടിയത്, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർക്ക്, ക്രിസ്ത്യാനികൾക്ക് എന്നല്ല, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർക്ക് പ്രവേശനം കിട്ടിയത്. അതിൻ്റെ ചരിത്രം അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചിത്രം, ഇതാരുടെ ചിത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അറിയാമോ? നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ടിപ്പു സുൽത്താൻ്റെ ചിത്രമാണ്. തിരുവിതാംകൂറിൽ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർക്ക് പ്രവേശനം ലഭിക്കുന്നതിനൊരു പ്രധാന കാരണക്കാരൻ ടിപ്പു സുൽത്താൻ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതെങ്ങനെ എടുക്കും? ഞാൻ തമാശ പറയുകയാണെന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കും അല്ലേ? പക്ഷെ സംഗതി സത്യമാണ്. ടിപ്പു സുൽത്താൻ അതിലൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ചരിത്രം രസകരമാണ്. ഈ ചരിത്ര സങ്കീർണമാണ്. അത് കെട്ടുപണഞ്ഞ് കിടക്കുന്നതാണ്, അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, ഒന്നൊന്നിനോട് കണക്റ്റാണ്. ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിനെ ആക്രമിച്ച് കീഴടക്കാൻ പദ്ധതിയിട്ടിരുന്നു. അതിനുവേണ്ടി 1789 ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ലക്ഷ്യമാക്കിയിട്ട് പട നയിക്കുന്നു. അപ്പോൾ അതിനു മുമ്പേ തന്നെ 1766 ഈ ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും ആക്രമണം, മൈസൂരിൽ നിന്നുള്ള ആക്രമണം എപ്പോൾ വേണമെങ്കിലും തിരുവിതാംകൂറിന് നേരെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ തിരുവിതാംകൂർ സൈന്യാധിപനായിരുന്ന ഡിലനോയി രാജാവിനോട് പറഞ്ഞു, ഇതിങ്ങനെയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം, അതിർത്തി തുറന്നു എടുക്കണം, നമുക്കങ്ങനെ കോട്ടമതിലോ മറ്റൊന്നുമില്ല, അത് തുറന്നു എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കോട്ട കെട്ടിയേ പറ്റുകയുള്ളൂ, തടഞ്ഞു നിർത്താൻ പാകത്തിന് ഒരു കോട്ട കെട്ടണം. അപ്പോൾ രാജാവ് അത് സമ്മതിച്ചു. അങ്ങനെ ഡിൽനോയ് വന്ന് സർവേ ഒക്കെ നടത്തിയിട്ട് ഡിൽനോയ് പറഞ്ഞു, ഇത് തിരുവിതാംകൂറിൻ്റെ അതിർത്തിയിലല്ല ഈ കോട്ട കെട്ടേണ്ടത്, ഇത് കൊച്ചി രാജ്യത്ത് കെട്ടണം. കൊച്ചി രാജ്യത്ത് ഇങ്ങനെ ഒരു കോട്ട കെട്ടിയാൽ ഹൈദരാലിയുടെ സൈന്യം അല്ലെങ്കിൽ അവൻ്റെ മകൻ ടിപ്പു വന്നിട്ട് ആക്രമിക്കുകയും കോട്ട തകർക്കുകയൊക്കെ ചെയ്താൽ, തകർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് തടയാനൊക്കെ പറ്റും, കോട്ടയുള്ളത് കൊണ്ട് കുറേ തടഞ്ഞു നിർത്താൻ പറ്റും. പക്ഷേ എങ്ങാനും തടഞ്ഞാൽ തന്നെയും അവൻ കാലെടുത്ത് വെക്കേണ്ടത് തിരുവിതാംകൂർ രാജ്യത്തിലേക്കായിരിക്കരുത്, അത് കൊച്ചി രാജ്യത്തിലേക്കായിരിക്കണം. പിന്നെ കൊച്ചി രാജ്യവും കടന്നിട്ട് വേണം തിരുവിതാംകൂറിലേക്ക് വരാൻ. അപ്പോഴേക്കും നമുക്ക് സമയം ഉണ്ടാകും, കുറേയും കൂടെ സമയം കിട്ടും, നമുക്ക് എന്തെങ്കിലും മറ്റ് രക്ഷാമാർഗ്ഗങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊച്ചി രാജ്യത്ത് കെട്ടി. ആ ചെറിയ കോട്ടയൊന്നുമല്ല, 48 കിലോമീറ്റർ നീളമുള്ള കോട്ടയാണ്. 48 കിലോമീറ്റർ വലിയ ഒരു കോട്ട. അതിനെ അറിയപ്പെടുന്നത് നെടുങ്കോട്ട എന്നാണ്. നെടുങ്കോട്ട ഇന്നത്തെ ഈ കൊടുങ്ങല്ലൂരിനടുത്തുള്ള കോട്ടപ്പുറം മുതൽ നമ്മുടെ അതിരപ്പള്ളിയുടെ താഴ്ഭാഗം വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ കോട്ട. കോട്ട എന്ന് പറയുമ്പോൾ കരിങ്കല്ലുകൊണ്ടൊക്കെ കെട്ടിയ കോട്ട എന്ന് വിചാരിക്കരുത്, മണ്ണെടുത്ത് കെട്ടിയതാണ്, മണ്ണ് കൊണ്ടുള്ള കോട്ടയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മണ്ണെടുക്കുന്നതനുസരിച്ച് ഇവിടെ വലിയ കിടങ്ങുണ്ടായി വരും. ഈ കിടങ്ങിൻ്റെ ഇപ്പുറത്ത് നല്ല ഉയരത്തിൽ കോട്ട, അതിൻ്റെ മുകളിൽ പീരങ്കിയും മറ്റും, പീരങ്കി പിന്നെ അമ്പുമില്ലും മറ്റു സാധനങ്ങൾ ഇതൊക്കെ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കിടങ്ങ് കടന്നിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. അപ്പോൾ ഇവർക്ക് മുകളിൽ നിന്ന് ആക്രമിച്ച് ഇവരെ തുരത്താൻ പറ്റും. ആ രീതിയിലാണ് ഈ നെടുങ്കോട്ട പണിതത്. അപ്പോൾ അതൊരു വലിയ ശക്തിദുർഗമായിട്ട് തന്നെ നിന്നു. മറ്റ് ശത്രുക്കളിൽ നിന്ന്, ഇങ്ങോട്ടേക്ക് വരുന്ന ശത്രുക്കളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന ഒരു ശക്തിദുർഗമായിട്ട് തന്നെയാണ് നിന്നത്. ടിപ്പു പലവട്ടം ഈ കോട്ട മുറിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, അവസാനം പലവട്ടം പരാജയം അടയുന്നുണ്ട്. എങ്കിലും അവസാനം 1790 ടിപ്പു നെടുങ്കോട്ട തകർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചി രാജ്യത്തേക്ക് വരുന്നു, പിന്നെ ആലുവ വരെ എത്തുന്നു. അതിനിടയിൽ ധാരാളം പേരെ കൊല്ലുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ക്രൂരതകളുടെ അങ്ങേയറ്റം അതൊക്കെ ടിപ്പു ചെയ്യുന്നുണ്ട്, പറയാനിപ്പോൾ സമയമില്ല. അപ്പോൾ ഇങ്ങനെ ടിപ്പു നെടുങ്കോട്ടയൊക്കെ തകർത്തു എന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ തിരുവിതാംകൂർ രാജ്യം അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാവ് ബ്രിട്ടീഷുകാരുടെ സഹായം തേടുകയാണ്. മദ്രാസിൽ അവിടുത്തെ മദ്രാസ് ഗവർണറോട് സഹായം തേടുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ കച്ചവട സഖ്യമുണ്ട്, തിരുവിതാംകൂറും ബ്രിട്ടനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ കച്ചവട സഖ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഹായം തേടുകയാണ്, ഞങ്ങളെ ടിപ്പു ആക്രമിക്കാൻ വരുന്നു, സഹായിക്കണം, രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായ സഹായ അഭ്യർത്ഥന നടത്തുകയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ അവിടുത്തെ അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ അയാൾ വലിയ ഇതിനൊന്നും ശ്രദ്ധയൊന്നും കൊടുത്തില്ല. കാരണം പുള്ളി റിട്ടയറായി ഇനി തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് ബ്രിട്ടനിലേക്ക് മടങ്ങിപ്പോകേണ്ടതാണ്. അപ്പോൾ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇരുപക്ഷത്തെ ആൾക്കാർ കൊല്ലപ്പെടും. ബ്രിട്ടീഷ് പട്ടാളക്കാരൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ പാർലമെൻറ്റിൻ്റെ അന്വേഷണമൊക്കെ ഉണ്ടാവും. ആ പാർലമെൻറ്റ് കമ്മീഷൻ്റെ മുമ്പിൽ ഹാജരാകണം, മൊഴി കൊടുക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ റിട്ടയർഡ് ലൈഫ് ആകെ പിന്നെ ഇതിനു വേണ്ടി പോകേണ്ടി വരും വെച്ചിട്ട് പുള്ളി ഇതിനൊന്നും ചെവി കൊടുത്തില്ല. ഇവർ കുറേ സഹായ അഭ്യർത്ഥനയൊക്കെ നടത്തി, പുള്ളി അതൊന്നും കേട്ട ഭാവം നടിച്ചില്ല. അവസാനം ഇവർ കൽക്കത്തയിലേക്ക് എഴുതും. അന്നാണ് കൽക്കത്തയാണ്
ഡൽഹി അല്ല, കൽക്കത്തയാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം. അപ്പോൾ കൽക്കത്തയിൽ എഴുതി കഴിഞ്ഞപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കച്ചവട സഹായിയാണ്, സഖ്യം ഉണ്ട്, അതുകൊണ്ട് ഇവരെ സഹായിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് മദ്രാസിലേക്ക് എഴുതും, എത്രയും പെട്ടെന്ന് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എന്നിട്ടും പുള്ളി അനങ്ങില്ല, അവിടുത്തെ ഗവർണർ അനങ്ങില്ല. പിന്നെ അയാളെ മാറ്റി വേറൊരു ഗവർണറൊക്കെ വരും. അപ്പോഴേക്കും ആ പുതിയ ഗവർണർ വന്നപ്പോൾ അയാൾ നോക്കിയപ്പോൾ അവിടെ നിന്ന് സൈന്യത്തെ അയച്ച് ആ സൈന്യം തിരുവിതാംകൂറിലേക്ക് എത്തുമ്പോഴേക്കും ടിപ്പുവിൻ്റെ സൈന്യവും തിരുവിതാംകൂറിലെത്തും. വേണമെങ്കിൽ അവിടെ നിന്ന് ടിപ്പുവിനെ ഓടിപ്പിച്ച് വിടാം. ബ്രിട്ടൻ്റെ സൈന്യം വന്നിട്ട്, അല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം വന്നിട്ട് ടിപ്പുവിൻ്റെ സൈന്യത്തിനെയൊക്കെ ഓടിപ്പിച്ച് വിടാം, യുദ്ധം ചെയ്ത് ഓടിപ്പിച്ച് വിടാം. പക്ഷേ ടിപ്പുവിൻ്റെ സൈന്യം തിരുവിതാംകൂർ വരെ എത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ധാരാളം ജനങ്ങൾ, ഇവിടെയുള്ള ധാരാളം ജനങ്ങൾ കൊല്ലപ്പെടുക എന്നുള്ളതാണ്, ധാരാളം ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുക എന്നുള്ളതാണ്, ധാരാളം വീടുകൾ കൊള്ളയടിക്കപ്പെടുക എന്നുള്ളതാണ്, ധാരാളം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്യും. കാരണം അതുവരെയുള്ള ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ ടിപ്പു ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടിപ്പുവിൻ്റെ പടയോട്ടം നടന്ന ആ പ്രദേശം നോക്കിയാൽ മതി, ചരിത്രരേഖകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ കാണാം. ആ പ്രദേശത്തുള്ള മുസ്ലിം ജനസംഖ്യയിൽ വന്ന വർധനവ്, ടിപ്പുവിൻ്റെ പടയോട്ടത്തിന് മുമ്പ് ആ പ്രദേശത്തുണ്ടായിരുന്ന മുസ്ലിം ജനസംഖ്യ എത്രയാണ്, ടിപ്പുവിൻ്റെ പടയോട്ടത്തിന് ശേഷം അവിടെയുള്ള മുസ്ലിം ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾ നോക്ക്, ചരിത്രരേഖകൾ പരിശോധിച്ചാൽ കാണാം. അപ്പോൾ മനസ്സിലാവും ആ പ്രദേശം സുൽത്താൻ ബത്തേരി മുതൽ ഇങ്ങോട്ടേക്കുള്ള ആ പ്രദേശം, കോഴിക്കോട് മുതൽ മലപ്പുറം ഇങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ മുസ്ലിം ജനസംഖ്യ വളരെയധികം കൂടി. കാരണം നിർബന്ധമായി ടിപ്പു എല്ലാത്തിനെയും പിടിച്ച് മതപരിവർത്തനം നടത്തി, മുസ്ലിങ്ങളാക്കി, എല്ലാത്തിനെയും പിടിച്ച് തൊപ്പിടിച്ചു. അപ്പോൾ ഇവർ തിരുവിതാംകൂർ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു, തിരുവിതാംകൂറിൻ്റെ അവസ്ഥ മോശമാണ്. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി കാണണം. സൈന്യത്തെ അയച്ചിട്ട് ഇത് ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ പിന്നെ വന്ന ആ മദ്രാസ് ഗവർണർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേഗം മറാത്തയിലെ പേഷ്വമാരുമായിട്ടും അതുപോലെ ഹൈദരാബാദിലെ നൈസാമുമായിട്ടും ഒരു സൈനിക സഖ്യം ഉണ്ടാക്കി. അവരോട് പറഞ്ഞു, ഞങ്ങൾ ശ്രീരംഗപട്ടണം ആക്രമിക്കാൻ പോവുകയാണ്, ടിപ്പുവിൻ്റെ സാമ്രാജ്യം ഞങ്ങൾ പിടിച്ചെടുക്കും, അവരുടെ തലസ്ഥാനം ഞങ്ങൾ ആക്രമിച്ച് പിടിച്ചെടുക്കും, ഇത് ഞങ്ങളുടെ കയ്യിലേക്ക് വരും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കും കൂടാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടിപ്പുവിൻ്റെ സാമ്രാജ്യം 3 ആയിട്ട് വിഭാഗിക്കാം, പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ 3 കൂട്ടർക്കായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഞങ്ങളത് ഒറ്റയ്ക്ക് എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ടിപ്പുവിൻ്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് അവരുടെ അതിർത്തിയാണ്. അപ്പോൾ അവിടെ ബ്രിട്ടീഷുകാർ വരുന്നത് അവർക്കത്ര സഹായകരമായിരിക്കില്ല, നല്ലതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണം എന്ന് വെച്ചിട്ട് അവരും പറഞ്ഞു ശരി ഞങ്ങളും കൂടാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ 3 കൂട്ടരും കൂടി ചേർന്നിട്ട് ശ്രീരംഗപട്ടണത്തിന് നേരെ പട നയിക്കുകയാണ്. അങ്ങനെ ശ്രീരംഗപട്ടണത്തെ ഉപരോധിച്ചു. ഇതാണ് 3-ാം ആംഗ്ലോ മൈസൂർ യുദ്ധം എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ശ്രീരംഗപട്ടണത്തിന് നേരെയുള്ള ഉപരോധം ടിപ്പു അറിഞ്ഞു, ആലുവയിൽ കിടക്കുന്ന ടിപ്പു അറിഞ്ഞു. അപ്പോൾ സ്വന്തം തലസ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി ടിപ്പു ഉടനെ തന്നെ തിരുവിതാംകൂറിനെ ആക്രമിക്കുന്നതൊക്കെ വിട്ടിട്ട് തിരിച്ചു പോവുകയാണ്, ഉടനെ തന്നെ ഓടിപ്പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് അവരുമായിട്ട് യുദ്ധവും, പിന്നെ മനസ്സിലായി യുദ്ധത്തിൽ ജയിക്കാൻ പറ്റില്ല, പിന്നെ കരാറൊക്കെ എഴുതി ഉണ്ടാക്കും. ശ്രീരംഗപട്ടണ സന്ധി 1792 ബ്രിട്ടീഷുകാരുമായിട്ടൊരു സമാധാന സന്ധി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ടിപ്പുവിൻ്റെ കൈവശമിരുന്ന മംഗലാപുരവും മലബാറും കുടകും ആ പ്രദേശം മുഴുവൻ ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതായാലും ആ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ടു എന്നേ ഉള്ളൂ, കൊല്ലപ്പെട്ടിട്ടില്ല. അപ്പോൾ ജീവനോടെ ഉണ്ട്, കൊല്ലപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ടിപ്പു അപ്പോഴും ജീവനോടെ ഉള്ളത് കൊണ്ട് ഭാവിയിൽ ടിപ്പുവിൽ നിന്നും ഉണ്ടാകാനിടയുള്ള ആക്രമണങ്ങളിൽ നിന്നും തിരുവിതാംകൂർ രാജ്യത്തെ സംരക്ഷിക്കാൻ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ധർമ്മരാജ, അതായത് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സൈനിക സംഘം അല്ലെങ്കിൽ ഒരു സൈനിക വ്യൂഹം തിരുവിതാംകൂറിൽ സ്ഥിരമായി തങ്ങാനുള്ള വ്യവസ്ഥ ചെയ്തു. രാജാവ് തന്നെയാണ് പറയുന്നത്, രാജാവ് മുൻകൈ എടുത്തിട്ട് പറയുകയാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സൈന്യം ഇവിടെ ഉണ്ടെങ്കിൽ ടിപ്പു ഞങ്ങൾ ആക്രമിക്കാൻ ഇനി ധൈര്യപ്പെടുകയില്ല, അതുകൊണ്ട് ഒരു സൈന്യത്തെ ഇവിടെ നിർത്തണം, അവർക്ക് വേണ്ടുന്ന എല്ലാ ചെലവും, അവരുടെ സാലറി അടക്കമുള്ള എല്ലാ ചെലവും ഞങ്ങൾ കൊടുക്കാം, ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊടുക്കാം, അതുകൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വർഷാവർഷം ഞങ്ങൾ 4 ലക്ഷം രൂപ കപ്പം തരികയും ചെയ്യാം എന്ന് ഇത് രാജാവായിട്ട് അങ്ങോട്ട് പറഞ്ഞതാണ്. ഇതിപ്പോൾ നമുക്കറിയാം, ഈ ഗൾഫ് നാടുകളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് അവർ മണ്ണ് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? അമേരിക്കൻ സൈനിക താവളം അവിടെ ഉണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങൾ തങ്ങളെ ആക്രമിക്കില്ല. പ്രത്യേകിച്ച് ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ, ഇസ്ലാമിക ഭീകരത പ്രോത്സാഹിപ്പിക്കുന്ന മറ്റു രാജ്യങ്ങൾ, പിന്നെ തീവ്രവാദി സംഘങ്ങളുടെ ഇവരുടെയൊക്കെ ആക്രമണത്തെ തടയാൻ അമേരിക്കൻ സൈനികരുടെ സാന്നിധ്യം സഹായിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ രാജാവും ചിന്തിച്ചത്, ബ്രിട്ടീഷ് സൈന്യം ഇവിടെ തങ്ങണം. അപ്പോൾ അതിനുവേണ്ടി 1795 തിരുവിതാംകൂറും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കൂടി ഒരു കരാറൊക്കെ ഒപ്പുവയ്ക്കുന്നുണ്ട്.
അങ്ങനെ ആ 75-ലെ ആ ഉടമ്പടിയെ തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സൈനിക സഹായ വ്യവസ്ഥകൾ നിരീക്ഷിക്കുന്നതിനുമായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ കമ്പനി നിയമിക്കുകയാണ്. അതാണ് റെസിഡൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ചരിത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും, തിരുവിതാംകൂർ റെസിഡൻറ്റ് അല്ലെങ്കിൽ കൊച്ചി റെസിഡൻറ്റ് എന്നൊക്കെ. അപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥനാണ് ഈ റെസിഡൻ്റ് എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് റെസിഡൻറ്റ്. അങ്ങനെ തിരുവിതാംകൂറിലേക്ക് വന്നത് ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരുന്നു മെക്കാളെ, കോളിൻ മെക്കാളെ അല്ലെങ്കിൽ കേണൽ മെക്കാളെ. അദ്ദേഹം ഒറ്റയ്ക്കല്ല വരുന്നത് കേട്ടോ, അദ്ദേഹത്തിൻ്റെ കൂടെ സൈനികരും അല്ലാത്തവരുമായിട്ടുള്ള ക്ലറിക്കലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ വലിയൊരു സംഘമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ ചിലവ് മുഴുവൻ തിരുവിതാംകൂർ സർക്കാർ വഹിക്കണം. അപ്പോൾ അങ്ങനെ വന്ന ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ ക്രിസ്ത്യാനികളാണ്, രക്ഷിക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർ അവിടെയൊക്കെ നടക്കുമ്പോൾ, തിരുവിതാംകൂറിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അവർ ഈ അവർണരും അതുപോലെ ദളിതരുമായ ആൾക്കാരുടെയൊക്കെ അവസ്ഥ കണ്ടു. റെസിഡൻറ്റ് കാണുന്നില്ല, റെസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിനകത്താണ് അല്ലെങ്കിൽ ഓഫീസിനകത്താണ്. എന്നാൽ ഇവരങ്ങനെയല്ലല്ലോ, ഇവർ പുറത്തിറങ്ങിയൊക്കെ നടക്കുന്നുണ്ട്. ഇവരിത് കണ്ടു, ഇവരുടെ അവസ്ഥ കണ്ടു. അപ്പോൾ ഈ ജനങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ആളുകളെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർ ഇങ്ങോട്ട് വരണം. കേവലം മതം മാറ്റാനല്ല, മതം മാറ്റാനാണെങ്കിൽ കത്തോലിക്ക പാതിരിമാർ വന്നാലും മതി. പക്ഷെ അതുപോരാ, ഇവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ഇവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, മതവിദ്യാഭ്യാസമല്ല സെക്യുലർ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർ തന്നെ വേണം. കാരണം അവർ തമിഴ്നാട്ടിൽ ആ പരിപാടി ചെയ്യുന്നുണ്ട്. സീഗൻ ബാളൊക്കെ 1715 ആ കാലഘട്ടത്തിലെ തന്നെ അവിടെ സ്കൂളുകളൊക്കെ പണിതിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർ വരണം, എന്നാലേ പറ്റുകയുള്ളൂ. അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചാൽ മാത്രമേ ഇവർക്കൊരു ഉന്നതി ഉണ്ടാവുകയുള്ളൂ, ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത കാലത്തോളം ഇവരെന്നും കുന്നും ഈ ബ്രാഹ്മണരുടെ കീഴിൽ ഇങ്ങനെ കിടക്കേണ്ടി വരും. ഈ അതിക്രമങ്ങൾ നമ്മൾ മുമ്പേ വായിച്ചു കേട്ടല്ലോ, ഇവർ അനുഭവിച്ച അവരുടെ ജീവിത അവസ്ഥകളൊക്കെ. അപ്പോൾ അതിങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസം ലഭിക്കണം. അതിന് പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർ ഇങ്ങോട്ട് വരണം. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ തിരുവിതാംകൂറിലേക്ക് പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാരെ പ്രവേശിപ്പിക്കില്ല എന്ന സർക്കാർ നയം എടുത്തു കളയണം. അപ്പോൾ അങ്ങനെ അത് എടുത്തു കളയാൻ അവരെ പ്രേരിപ്പിക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ, അത് റെസിഡൻ്റാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, കേണൽ മക്കാളയെ പിന്നെ അതിനു വേണ്ടി ഉത്സാഹിപ്പിക്കുകയാണ്. അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ അവസ്ഥയൊക്കെ പറഞ്ഞ് ഇവിടേക്ക് മിഷണറിമാരെ കൊണ്ടുവരാനുള്ള വഴി എങ്ങനെയെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഉത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മെക്കാളെ ഫാമിലി ഉള്ളവർ അവർ അടിമത്തത്തിനെതിരായിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാം, ബ്രിട്ടനിൽ അടിമത്തം നിരോധിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പൊരുതിയ ആൾ വില്യം വിൽബർഫോഴ്സാണ്. പാർലമെൻറ്റേറിയൻ ആയിരുന്നു. പാർലമെൻറ്റിൽ 100 കണക്കിന് ബില്ല് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. ആദ്യം ബ്രിട്ടനിൽ അടിമത്തം നിരോധിക്കണം, പിന്നെ ബ്രിട്ടീഷ് കോളനികളിൽ അടിമത്തം നിരോധിക്കണം, ബ്രിട്ടീഷ് കപ്പലുകൾ അടിമകളെ കൊണ്ടുപോകാൻ പാടില്ല. ഇങ്ങനെ പടിപടിയായിട്ട് അദ്ദേഹം ഈ അടിമക്കച്ചവടത്തിനെതിരായിട്ടുള്ള ബില്ലുകൾ കൊണ്ടുവരുന്നുണ്ട്. 100 കണക്കിന് ബില്ലുകൾ കൊണ്ടുവരുന്നുണ്ട്. അവസാനമൊക്കെയാണ് ഇത് പാസ്സാകുന്നത്. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്നു. മരിക്കുന്നതിന് 3 വർഷം മുമ്പാണ് പാസ്സാകുന്നത്. ചെറുപ്പത്തിലേ തുടങ്ങിയതാണ്. 10-22 വയസ്സുള്ളപ്പോഴേ അദ്ദേഹം പാർലമെൻറ്റേറിയനായിട്ട് അപ്പോഴേ തുടങ്ങിയ പരിപാടിയാണ്. വാർദ്ധക്യത്തിലാണ് അതെല്ലാം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വില്യം വിൽബർഫോഴ്സിനോടൊപ്പം നിന്ന് അടിമത്തത്തിനെതിരെ പൊരുതിയ ആ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് മെക്കാളമാർ. വേറൊരു മെക്കാളെ നമുക്കറിയാം, ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ഇന്ത്യയിൽ വിദ്യാഭ്യാസം മാത്രമല്ല നീതിന്യായ വ്യവസ്ഥയുടെ കുറ്റകൃത്യങ്ങളൊക്കെ, ഇപ്പോൾ അദ്ദേഹം മെക്കാളെ എന്ന് എഴുതിയുണ്ടാക്കിയ ആ നിയമമാണ് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയായിട്ട് മാറ്റുന്നത്. 100 ചില്ലാൻ വർഷത്തോളം നിലനിന്ന ആ IPC, അതൊക്കെ ഈ മറ്റേ മെക്കാളെ, അത് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മോനാണ്. അതായത് തിരുവിതാംകൂറിലെ മെക്കാളെ അദ്ദേഹത്തിൻ്റെ ചിറ്റപ്പൻ, മറ്റേത് അനന്തരവൻ. അവർ രണ്ടുപേരുമാണ്. അങ്ങനെയാണ്. അപ്പോൾ ഈ മെക്കാളെ ഫാമിലി ഇങ്ങനെയാണ്, അടിമത്തത്തിനെതിരായിട്ട് നിലകൊള്ളുന്ന ഫാമിലിയാണ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ ബ്രിട്ടീഷ് കോളനികളിലെ ജനങ്ങളെ പിടിച്ച് അടിമകളാക്കുന്നതിനെതിരെ ഈ വില്യം വിൽബർഫോഴ്സിനൊപ്പം നിന്ന് പൊരുതിയ കുടുംബക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിലെ ഈ നാടാർമാരുടെയും ഈഴവരുടെയും പുലയരുടെയും ഒക്കെ ദയനീയാവസ്ഥ കണ്ട കേണൽ മെക്കാളെ മുൻകൈയെടുക്കുകയാണ്. പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടുള്ള അനുവാദം രാജാവിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം കുറേ ശ്രമിക്കുന്നു. അവസാനം ആ അനുവാദം കിട്ടുകയും ചെയ്യും. ബ്രാഹ്മണരൊക്കെ വളരെ ശക്തമായിട്ട് അതിനെ എതിർത്തിരുന്നു. പക്ഷേ ആ എതിർപ്പിനെയൊക്കെ മറികടന്ന് മെക്കാളെ അനുവാദം നേടിയെടുക്കുകയാണ്. അങ്ങനെയാണ് LMS മിഷണറിയായ വില്യം തോബിയാസ് റിങ്കിൾടോപ്പ് തിരുവിതാംകൂറിലേക്ക് മിഷണറിയായിട്ട് വരുന്നത്. ഇപ്പോൾ അതിൻ്റെ ചരിത്രം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവരെ താല്പര്യത്തോടെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്തതല്ല, മതസഹിഷ്ണുത കൊണ്ട് അല്ലെങ്കിൽ മതസൗഹാർദ്ദം കൊണ്ട് കയറി വരൂ,
നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള മതം പ്രചരിപ്പിച്ചോളൂ എന്നും പറഞ്ഞ് വിളിച്ചതൊന്നുമല്ല. വരാതിരിക്കാനുള്ള എല്ലാ പണിയും നോക്കിയിട്ടുണ്ട്, കടന്നു വരാതിരിക്കാനുള്ള അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നിവൃത്തിയില്ലാതെ വരേണ്ടി വന്നു. അത് ടിപ്പു ആക്രമിച്ചതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഉടമ്പടി ചെയ്തത്, അതുകൊണ്ടാണ് കേണൽ മെക്കാളെ അങ്ങോട്ട് വന്നത്, അതുകൊണ്ടാണ് വില്യം റിങ്കിൾടോവിന് അങ്ങോട്ട് വരാൻ പറ്റിയത്. ഇതെല്ലാം ഒരു നിർബന്ധത്തിൻ്റെ പുറത്ത് അവർക്ക് എടുക്കേണ്ടി വന്ന നിലപാടാണ്. ഈ ശങ്കുണ്ണി മേനോൻ, പി ശങ്കുണ്ണി മേനോൻ തിരുവിതാംകൂർ ചരിത്രം എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ശങ്കുണ്ണി മേനോൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ദിവാൻ പേഷ്കാർ ആയിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ളവരൊക്കെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ തന്നെ അന്നത്തെ കാലത്ത് രാജഭരണമാണ്, രാജാക്കന്മാരുടെയൊക്കെ ചരിത്രം എഴുതുമ്പോൾ രാജാക്കന്മാരെ പുകഴ്ത്തിയിട്ട് എഴുതുകയുള്ളൂ. പിന്നെ ഭരണത്തിന് കീഴിൽ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ പറയാൻ വേണ്ട, രാജാക്കന്മാരെ പൊക്കിയടിച്ച് എഴുതുകയുള്ളൂ. അപ്പോൾ ഏതായാലും അദ്ദേഹം തിരുവിതാംകൂർ ചരിത്രം അങ്ങനെയാണ്, അത് നിഷ്പക്ഷ ചരിത്രമൊന്നുമല്ല. ഏതായാലും അതിൻ്റെ അകത്ത് അദ്ദേഹം ഈ മിഷണറിമാരെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ മിഷണറിമാരെ. ഞാൻ 2 ഭാഗം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. ശങ്കുണ്ണി മേനോൻ്റെ തിരുവിതാംകൂർ ചരിത്രം പേജ് 428 നിന്ന്. മതം മാറിയവരെ മിഷണറിമാർ അങ്ങേയറ്റം സഹായിച്ചു. ഇത് തിരുവിതാംകൂർ ആണെന്ന് വിസ്മരിച്ച് ഇംഗ്ലണ്ടിൽ എന്ന പോലെയുള്ള ജീവിത സമ്പ്രദായം ഇവിടെ നടപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കാലമോ ദേശമോ സർക്കാരിൻ്റെ നയമോ ഒരു വിദേശ രാജ്യത്തുള്ള അവരുടെ പദവിയോ ഒന്നും കണക്കാക്കാതെയാണ് മതപരിവർത്തനം ചെയ്തവരോട് മിഷണറിമാർ പെരുമാറിയത്. അവർക്ക് തികഞ്ഞ സ്വാതന്ത്ര്യം നൽകി. ശങ്കുണ്ണി മേനോൻ തിരുവിതാംകൂർ ചരിത്രം പേജ് 428. അപ്പോൾ ഇവിടെ മിഷണറിമാർ ചെയ്ത അപരാധമായിട്ട് ശങ്കുണ്ണി മേനോൻ പറയുന്ന സംഗതി എന്താണെന്ന് മനസ്സിലായോ? ഇംഗ്ലണ്ടിൽ എന്ന പോലെയുള്ള ജീവിത സമ്പ്രദായം ഇവിടെ നടപ്പാക്കുക എന്നതായിരുന്നു മിഷണറിമാരുടെ ലക്ഷ്യമെന്ന് ശങ്കുണ്ണി മേനോൻ കുറ്റപ്പെടുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായോ? ആ ചാന്നാർ സ്ത്രീകളെ മാറുമറപ്പിച്ചു. അതാണ് മിഷണറിമാർ ചെയ്ത കുറ്റം. അതായത് ഇംഗ്ലണ്ടിലുള്ള എല്ലാ സ്ത്രീകളും മാറുമറയ്ക്കുന്നത് പോലെ തിരുവിതാംകൂറിലുള്ള എല്ലാ സ്ത്രീകളെയും മാറുമറപ്പിക്കാൻ മിഷണറിമാർ ശ്രമിക്കുന്നു. അത് ശരിയല്ല. കാരണം ഇത് ഇംഗ്ലണ്ടല്ല, ഇത് ആർഷ സംസ്കാരം നിലനിൽക്കുന്ന ഹിന്ദു രാഷ്ട്രമായ തിരുവിതാംകൂറാണ്. ഇവിടെ ആചാരങ്ങളും മറ്റുമൊക്കെ ഉണ്ട്, അതനുസരിച്ചാണ് പോകേണ്ടത്. ആ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇവർ പ്രവർത്തിച്ചത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറ്റാരോപണം. സാമുവൽ മറ്റീർ എഴുതിയ വേറൊരു പുസ്തകമുണ്ട്, ലാൻഡ് ഓഫ് ചാരിറ്റി. അതാണ് ആദ്യം എഴുതുന്നത്, ലാൻഡ് ഓഫ് ചാരിറ്റി, ധർമ്മരാജ്യം. അപ്പോൾ ആ പുസ്തകത്തിനകത്ത് ഈ മാറുമറയ്ക്കൽ സമരത്തെക്കുറിച്ചും അതിൽ തിരുവിതാംകൂർ ഭരണകൂടം എടുക്കുന്ന പ്രതിലോമകരമായ നിലപാടിനെ വിമർശിച്ചുകൊണ്ടുമൊക്കെ മറ്റീർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വിദേശിയാണ്, സായിപ്പാണ്, അതുകൊണ്ട് രാജാവിനെയൊക്കെ വിമർശിച്ചെഴുതാം. ഈ നാട്ടുകാരായ ആരെങ്കിലും അങ്ങനെയൊക്കെ വിമർശിച്ചെഴുതി അവരുടെ കാര്യം തീരുമാനമാവും. അതുകൊണ്ട് അവരിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ഇദ്ദേഹം വിദേശിയായതുകൊണ്ട്, മിഷണറിയൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം ധൈര്യപൂർവ്വം അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകം ലാൻഡ് ഓഫ് ചാരിറ്റി പുറത്തു വന്നതിന് ശേഷമാണ് ശങ്കുണ്ണി മേനോൻ തിരുവിതാംകൂർ ചരിത്രം എഴുതുന്നത്. അപ്പോൾ ഭരണകൂടത്തിനെതിരെയുള്ള മറ്റീറിൻ്റെ വിമർശനത്തിന് മറുപടിയായിട്ട്, അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടി ഇദ്ദേഹം സാമുവൽ മറ്റീറിനെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. ആ തിരുവിതാംകൂർ ചരിത്രം എന്നുള്ള പുസ്തകത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കാം, മിഷണറിമാർക്കെതിരെ. അത് സാമുവൽ മറ്റീറിൻ്റെ പുസ്തകം എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിമർശിക്കുന്നത്. ഞാൻ ആ ഒരു ഭാഗം പറയാം. സാമുവൽ മറ്റീറിൻ്റെ പേര് പറഞ്ഞ ഭാഗമല്ല, അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: മിഷണറിമാരുടെ നിശിതമായ വിമർശനങ്ങൾ മഹാരാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെയും സൽപ്പേരിന് കളങ്കം ചാർത്തുന്നതായിരുന്നു. ഇത് അവർ ഹിന്ദുക്കളും തമ്മിൽ ശത്രുത വളർത്തുവാനേ സഹായിച്ചുള്ളൂ. മിഷണറി പ്രവർത്തനങ്ങളിലേക്കുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും അവരെ അനുവദിച്ചിട്ടുകൂടി അവർ കൃതജ്ഞരായി കാണപ്പെട്ടു. പി ശങ്കുണ്ണി മേനോൻ തിരുവിതാംകൂർ ചരിത്രം പേജ് 434. അപ്പോൾ ഇവിടെ ശങ്കുണ്ണി മേനോൻ എഴുതി കണ്ടാൽ തോന്നുക ഇവിടുത്തെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയായിരുന്നു. സാമുവൽ മറ്റീർ ലാൻഡ് ഓഫ് ചാരിറ്റി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയതോടെയാണ് ആ സ്നേഹമൊക്കെ പോയിട്ട് ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികളോട് ശത്രുതയുണ്ടായത്, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ ശത്രുത ഉണ്ടായതെന്നൊക്കെയാണ് നമുക്ക് തോന്നുക. ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് ചരിത്രം അറിയാത്തവരെ പറ്റിക്കാൻ ഈ വാദം കൊണ്ട് കഴിയും, ഇങ്ങനെയുള്ള ഇതൊക്കെ മതി. പക്ഷേ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിട്ടുള്ളതിൻ്റെ ചരിത്രം അറിയാവുന്ന ആൾക്കാരുടെ അടുക്കൽ ഈ വാദം നിലനിൽക്കുകയില്ല. ശങ്കുണ്ണി മേനോൻ പറയുന്നത്, മിഷണറിമാർക്ക് ഞങ്ങളിവിടെ പ്രവേശനം അനുവദിച്ചു, പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തു, ഞങ്ങളെല്ലാം ചെയ്തു. പക്ഷെ മിഷണറിമാർ തിരിച്ച് നന്ദിയില്ലായ്മയാണ് കാണിച്ചത്. ഇതാണ് പറയുന്നത്. അപ്പോൾ ആ ആരോപണത്തിന് അടുത്ത പുസ്തകത്തിൽ, അതായത് നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഞാൻ കണ്ട കേരളത്തിൽ മറ്റീർ മറുപടി പറയുന്നുണ്ട്. ഇന്നത്തെ പല ക്രിസ്ത്യാനികൾക്കും മറ്റീറിൻ്റെ നിലപാട് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം സംഘികൾ എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുന്നവരാണ് ഇന്നത്തെ പല ക്രിസ്ത്യാനികളും.
സംഘികൾ എന്തൊക്കെ ആരോപണം ഉന്നയിച്ചാലും ഒരു കുഴപ്പമില്ല, ഓ അമ്പ്രാന്നും പറഞ്ഞ് നിൽക്കും. അങ്ങനെ നിൽക്കുന്ന കുറേ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾക്ക് മെറ്റീരിയലിൻ്റെ നിലപാട് മനസ്സിലാവില്ല. മിഷണറിമാർക്കെതിരെ, ക്രൈസ്തവർക്കെതിരെ ഒരു വിമർശനം വന്നപ്പോൾ, അവർ നന്ദികേട് കാണിക്കുന്നവരാണ്, കൃതജ്ഞത കാണിക്കുന്നവരാണെന്നുള്ള വിമർശനം വന്നപ്പോൾ ശക്തമായ ഭാഷയിൽ തന്നെയാണ് മെറ്റീർ മറുപടി കൊടുക്കുന്നത്. ശങ്കുണ്ണിമാനോൻ മരിക്കുന്നത് വരെ മറക്കാത്ത രീതിയിലുള്ള മറുപടിയാണ് സാമുവൽ മെറ്റീർ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഞാൻ കണ്ട കേരളം വായിച്ചു നോക്കണം. ആ പുസ്തകം നിങ്ങൾക്ക് വെളിയിൽ കിട്ടും. അജീഷ് ബ്രദറിനോടൊക്കെ ചോദിച്ചാൽ മതി, അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആ പുസ്തകത്തിൽ നിന്നൊരു ഭാഗം വായിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ ഈ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാരെ തിരുവിതാംകൂറിലേക്ക് അനുവദിക്കാൻ ഇടയായ സാഹചര്യം എന്തായിരുന്നു നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് സാമുവൽ മെറ്റീർ എഴുതിയത് വായിക്കണം. അപ്പോഴേ ഇത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയെ സുഗമമായും പൂർണ്ണമായും തുടച്ചു മാറ്റാൻ ടിപ്പു സാഹിബിന് കഴിയുമായിരുന്നു എന്ന കാര്യം ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. രാജാവിനും അതറിയാമായിരുന്നു. എന്തു വില കൊടുത്തും അതൊഴിവാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. രാജ്യത്തെ പ്രതിരോധിക്കാൻ സൈനികരെന്ന പേര് വിളിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു പറ്റം ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. തനിക്ക് വിലപ്പെട്ടതെല്ലാം, തൻ്റെ രാജ്യവും അഭിമാനവും സ്വന്തം വ്യക്തിപരമായ സുരക്ഷിതത്വം പോലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വിശ്വസിച്ചേൽപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. അവർ തങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അദ്ദേഹത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. ഈ വലിയ ദൗത്യത്തിന് മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നുള്ള വരുമാനം മാത്രമല്ല, ബംഗാളിൻ്റെയും കർണാട്ടിക്കിൻ്റെയും തഞ്ചാവൂരിൻ്റെയും വിഭവങ്ങളുടെ വലിയൊരു ഭാഗം ചിലവാക്കേണ്ടി വന്നു. ഇതിനെല്ലാം ബ്രിട്ടീഷ് ശക്തിയോട് കടപ്പെട്ട രാജാവ് അവശേഷിച്ച സ്വാതന്ത്ര്യത്തിലും ബ്രിട്ടീഷുകാരോട് കടപ്പെട്ടവനായി തീർന്നു. നന്ദിപൂർവ്വം തന്നെ അദ്ദേഹം ആ കടപ്പാട് പ്രഖ്യാപനം ചെയ്യുകയും ഉണ്ടായി. ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക രാജവംശത്തിൻ്റെ അധികാരത്തെ കേവലം ചോദ്യം ചെയ്യുകയായിരുന്നില്ല, മറിച്ച് ദേശീയ സ്വാതന്ത്ര്യം, മതം, ആഭ്യന്തര സുരക്ഷിതത്വം എന്നു തുടങ്ങി രാജ്യത്തിൻ്റെ നിലനിൽപ്പ് പോലും അപകടത്തിലായിരുന്നു. ആ ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ സഹായിക്കാതിരുന്നുവെങ്കിൽ തിരുവിതാംകൂറിന് തീർച്ചയായും എന്താണ് സംഭവിക്കുമായിരുന്നത്? സാമുവൽ മെറ്റീർ, ഞാൻ കണ്ട കേരളം, പേജ് 471, 472. അപ്പോൾ മെറ്റീറിലൂടെ പറയുന്നത് വളരെ വ്യക്തമാണ്. അന്ന് ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുമായിരുന്നില്ല. തിരുവിതാംകൂറിൽ ഹിന്ദുക്കളെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം ടിപ്പു എല്ലാത്തിനെയും മതം മാറ്റി മുസ്ലിങ്ങളാക്കിയാണ്, അത് ഉറപ്പാണ്. ടിപ്പു എല്ലാത്തിനെയും മതം മാറ്റി മുസ്ലിങ്ങളാക്കും. ഇന്ന് നിങ്ങൾ മതത്തിന് വേണ്ടി ഞങ്ങൾക്ക് നേരെ ഒച്ചയെടുക്കുന്നു, ഞങ്ങൾ നന്ദിയില്ലാത്തവരെന്ന് പറയുന്നു. പക്ഷെ അന്ന് ബ്രിട്ടീഷുകാർ കണ്ണടച്ചിരുന്നെങ്കിൽ തിരുവിതാംകൂറിൽ ഇന്ന് ഹിന്ദുക്കൾ ഉണ്ടാകുമായിരുന്നില്ല. അതാണ് സാമുവൽ മെറ്റീർ പറയുന്നത്. തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുമായിരുന്നില്ല, അത് മൈസൂറിൻ്റെ ഭാഗമായേനെ. ഇനി അതിനകത്തുള്ള ജനങ്ങളുടെ അവസ്ഥയാണെങ്കിൽ അവരെല്ലാം കൊള്ളയടിക്ക് വിധേയമായേനെ, സ്ത്രീകൾ ബലാത്സംഗത്തിന് വിധേയമായേനെ. അപ്പോൾ ഇംഗ്ലീഷുകാർ അത്ര വലിയൊരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തന്നിട്ട് ഇപ്പോൾ തിരിച്ചു പറയുകയാണ്, ഇംഗ്ലീഷുകാരെ ആയ ഞങ്ങളെക്കുറിച്ച് പറയുകയാണ്, ഞങ്ങൾ നന്ദിയില്ലാത്തവരാണ്, കൃതജ്ഞത ഉള്ളവരാണ്. വാസ്തവത്തിൽ നന്ദിയില്ലാത്തത് നിങ്ങൾക്കല്ലേ എന്നാണ് മെറ്റീർ ചോദിച്ചതിൻ്റെ അർത്ഥം. മനസ്സിലായോ? നിങ്ങൾക്ക് ഇത്രയും വലിയൊരു കാര്യം ചെയ്തു തന്നിട്ട് അന്ന് ബ്രിട്ടീഷുകാരത് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ സ്ഥിതി എന്ന് ചോദിക്കുന്നത് അതാണ്. ഞങ്ങളന്ന് അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്താകുമായിരുന്നു? അപ്പോൾ ഇപ്പം ഇന്ന് കുറേ ക്രിസ്ത്യൻ നാമധാരികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയൊക്കെ ജീവിച്ചു പോരുന്നതിന് നമ്മൾ മോഡിയോടും RSSനോടും നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള കുറേ എണ്ണത്തിനെ കാണുന്നുണ്ട്. ഇത് സംഘികളെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകും, അത് അവരുടെ പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ്, സ്വാഭാവികമായിട്ട് അതേ പറയുള്ളൂ, അതേ അവർക്ക് പറയാൻ പറ്റുള്ളൂ, അവർ ചെയ്യും. പക്ഷെ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരില്ലേ, അവരും ഇങ്ങനെ പറയുന്നു. അതാണ് അത്ഭുതം. അത് ചരിത്രബോധമില്ലായ്മയാണ്, മറ്റൊന്നുമല്ല, ചരിത്രബോധമില്ലായ്മയാണ്. കാരണം വാസ്തവത്തിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ ഇന്ന് ഹിന്ദുക്കളായിരിക്കുന്നതിന് കാരണം ക്രിസ്ത്യാനികളാണ്, യൂറോപ്യന്മാർ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാം മുസ്ലിങ്ങളാണ്, തലയെ തൊപ്പി വെച്ച് നടന്നേനെ സകലെണ്ണവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ബ്രിട്ടീഷുകാർ ഇത്രയും വർഷം 200 വർഷത്തിന് മേലെ ഭരിച്ചു. എന്നിട്ട് അവർ പോകുന്ന സമയത്ത് ഇവിടെ ക്രിസ്ത്യാനികൾ എത്ര ശതമാനമുണ്ട്? 3.5% ക്രിസ്ത്യാനികളെ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. പക്ഷേ മുസ്ലിങ്ങൾ ഇവിടെ കുറേ കാലം ഭരിച്ചല്ലോ. മുസ്ലിങ്ങൾ പല രാജവംശങ്ങളായിട്ട്, മുഗൾ രാജവംശം, അതിനു മുമ്പ് വേറെ ലോധി വംശം, അടിമവംശം, ഗിൽജി വംശം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ എണ്ണമുണ്ട്. ഇവരൊക്കെ ഭരിച്ചു. എന്തുണ്ടായി? അഫ്ഗാനിസ്ഥാൻ ഉണ്ടല്ലോ, ആര്യാവർത്തത്തിൻ്റെ ഭാഗമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അതുപോലെ പാകിസ്ഥാൻ ആര്യാവർത്തത്തിൻ്റെ ഭാഗമായിരുന്നു. അതൊക്കെ ഇന്ന് മുസ്ലിം രാജ്യങ്ങളായി. അപ്പുറത്ത് ബംഗ്ലാദേശ്, അത് മുസ്ലിം രാജ്യമായി.
യൂറോപ്യന്മാരിങ്ങോട്ട് വന്ന് ഇവരെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ, മുഗളന്മാരെയും ടിപ്പുവിനെയും ഹൈദരാബാദ് നൈസാമിനെ ആയാലും അതുപോലെ കർണാട്ടിക് നവാബിനെ ആയാലും ബീജാപ്പൂർ സുൽത്താന്മാരെ ആയാലും ഇവരെയൊക്കെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് സകല എണ്ണവും മുസ്ലിങ്ങളായാനെ. അപ്പോൾ ഇവരിന്ന് ഹിന്ദുക്കളായിരിക്കുന്നതിന് കാരണക്കാർ യഥാർത്ഥത്തിൽ ഈ യൂറോപ്യന്മാരാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ അവരോട് നന്ദി പറയണം, ഇവിടെ സമാധാനത്തോടെ ജീവിക്കുന്നതിന് നന്ദി പറയണമെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളിന്ന് ഹിന്ദുക്കളായിരിക്കുന്നതിന് നിങ്ങൾ ആദ്യം ക്രിസ്ത്യാനികളോട് നന്ദി പറ. അത് കഴിഞ്ഞതിന് ശേഷം നോക്കാം. കാരണം ഞങ്ങൾ ക്രൈസ്തവരെവിടെയും പീഡനങ്ങൾ നേരിട്ടിട്ടേ ഉള്ളൂ. ക്രൈസ്തവരെ സഹായിച്ചിട്ടുള്ളത് ഒരു രാജാവുമല്ല, ഒരു ഭരണകൂടവുമല്ല. ഞങ്ങൾക്ക് സഹായം വരുന്നത് മുകളിൽ നിന്നാണ്. ഞങ്ങൾ നോക്കുന്നത് അങ്ങോട്ടാണ്, മേലോട്ടാണ്. മനസ്സിലായോ? ഞങ്ങളെ എപ്പോഴും സഹായിച്ചിട്ടുള്ളത് കർത്താവ് മാത്രമാണ്, വേറെ ആരുമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ നന്ദി എപ്പോഴും കർത്താവിനോട് തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ല. നിങ്ങളെ സഹായിച്ചിട്ടുള്ളതൊക്കെ തിരുവിതാംകൂറിൻ്റെ കാര്യത്തിലായാലും അല്ല മൊത്തം ഇന്ത്യയുടെ കാര്യത്തിലായാലും ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരോ അല്ലെങ്കിൽ അതുപോലെ ഡച്ചുകാരോ ഫ്രഞ്ചുകാരോ ഇങ്ങനെയുള്ളവരൊക്കെയാണ്, യൂറോപ്യന്മാരാണ് നിങ്ങളെ സഹായിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇത് ചരിത്രമാണ്, ചരിത്രത്തിലെ കാര്യം നിൽക്ക്. വർത്തമാനകാലാവസ്ഥ നോക്കാം നമുക്ക്. വർത്തമാനകാലം ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഈ മോഡിക്കും RSSനൊക്കെ നന്ദി പറയണമെന്ന് പറയുന്ന ക്രിസ്ത്യാനികളെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, ഡാറ്റ പരിശോധിച്ച് നോക്ക്. 2014 മെയ് 26 മോഡി ആദ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരത്തിലേറുന്നത്. ഈ 2014 നിന്ന് 2024 എത്തുമ്പോൾ 10 വർഷത്തെ കണക്ക് ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ വർധനവ് 2014 എത്ര ശതമാനമാണ് ഉണ്ടായിരുന്ന അതിക്രമം, ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അത് കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? 10 കൊല്ലം കഴിഞ്ഞപ്പോൾ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. എത്ര ശതമാനമാണ് വർധനവെന്നറിയാമോ? 10%, 20%, 50%, 100%, 200%? അല്ല, 500% വർധനമാണ്. 2014 ക്രൈസ്തവർ നേരിട്ട അതിക്രമത്തിൻ്റെ 500% വർധനവാണ് 2024 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് നമ്മുടെ മുമ്പാകെ ഉള്ളത്. ഇനി വേറെ ചില ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുടെ അഭിപ്രായത്തിൽ 500 അല്ല 555% വർധനവാണുള്ളത്. 2025 ആദ്യത്തെ 3 മാസം കൊണ്ട് 196 ആക്രമണങ്ങളാണ്. ആദ്യത്തെ 3 മാസം കൊണ്ട്, അത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ മാത്രം 196 ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. 2014 മോദി അധികാരത്തിലെത്തുന്ന സമയത്ത് ഒരു വർഷത്തെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അതിക്രമം എത്രയാണെന്നറിയോ? 127. ഒരു കൊല്ലം 127. ഇതിവിടെ 3 മാസം കൊണ്ട് 196 ആക്രമണങ്ങൾ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ക്രിസ്ത്യാനിനെ വേറെ ഏതെങ്കിലും ഒരു ഹിന്ദു എന്ന് ആക്രമിച്ച കാര്യമല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയുള്ളൊരു വ്യാഖ്യാനം ഉണ്ട് ഇപ്പോൾ അതിന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിതൊക്കെ കണക്ക് പറയുമ്പോൾ പറയും അതിപ്പോൾ ഏതെങ്കിലും ക്രിസ്ത്യാനി ഹിന്ദുവും തമ്മിൽ തല്ലു പിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ക്രിസ്ത്യാനിനെ ഹിന്ദു ആക്രമിച്ചു എന്നും പറഞ്ഞ് നിങ്ങൾ കേസ് കൊടുക്കുന്നതല്ലേ എന്ന്. അങ്ങനത്തെ കേസൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ ഈ തൃശ്ശൂർ പട്ടണത്തിൽ ഇഷ്ടംപോലെ ക്രിസ്ത്യാനികളുണ്ട്, ഇഷ്ടംപോലെ ഹിന്ദുക്കളുണ്ട്. അപ്പോൾ നാളെ ഏതെങ്കിലും ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് തമ്മിൽ തല്ലു പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി പോലീസ് കേസൊക്കെ ആയാൽ അതൊന്നും ഇതിനകത്ത് വരില്ല. അങ്ങനത്തെ കേസല്ല ഈ പറയുന്നത്. ഇത് ക്രിസ്തുവിനെ പ്രതി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി അവർ ഏൽക്കേണ്ടി വന്ന അതിക്രമങ്ങളാണ്. മനസ്സിലായോ? ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയുള്ള ആക്രമണങ്ങൾ, ക്രിസ്തുവിൽ അവൻ വിശ്വസിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് വരുന്ന ആക്രമണം, അല്ലാതെ വ്യക്തിപരമായ എന്തെങ്കിലും കാരണത്താലുള്ള ആക്രമണത്തെക്കുറിച്ചല്ല പറയുന്നത്. ഈ 555% വർധനവെന്ന് പറഞ്ഞ ആ കേസ്, അത് അവൻ ക്രിസ്ത്യാനി ആയിരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ആരാധിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് കൊണ്ട് അവൻ നേരിടേണ്ടി വരുന്ന ആക്രമണമാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ അവൻ നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങൾ, അത്തരം കേസുകളാണിത്. ഇനി ഇതെല്ലാം രേഖപ്പെടുത്തപ്പെട്ട കേസുകളാണ്. പലയിടങ്ങളിലും, ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും പോലീസ് FIR രജിസ്റ്റർ ചെയ്യില്ല. ഇവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് FIR ഇടില്ല. അപ്പോൾ FIR ഇടാത്ത അത്തരം കേസുകൾ ഇതിനകത്ത് വരുന്നില്ല, ഈ കണക്കിൽ വരുന്നില്ല. 55% വർധനമെന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർക്കണം, അത്തരം കേസുകളിൽ വരുന്നില്ല. ഇനി ഇതിനേക്കാൾ അധികം ഇതിൽ വരാത്ത പോകുന്ന വേറൊരു ഭാഗം കേസുകളുണ്ട്. അതായത് ക്ഷമിച്ചു വിടുന്ന കേസുകളുണ്ട്. ഇതുപോലെയുള്ള അതിക്രമങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ അവർ പറയും, ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഉപദ്രവിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങൾ കേസിന് പോകുന്നില്ല, ഞങ്ങൾക്ക് യാതൊരു കേസും ഇല്ല എന്നും പറഞ്ഞ് പോകുന്നു.
അത് വളരെയധികമാണ് അങ്ങനെയുള്ളത്. അതും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ 555 1000% മുകളിലുള്ള വർധനവ് നമ്മൾ കാണും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള അതിക്രമം ഇവിടെ ക്രിസ്ത്യാനികൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവന്മാർ പറയുന്നത്, ഇവിടെ ക്രിസ്ത്യാനികൾ സമാധാനത്തോടെ ജീവിക്കുന്നതിന്, സുരക്ഷിതത്വത്തോടെ ജീവിക്കുന്നതിന് മോഡിക്കും RSSനും നന്ദി പറയണമെന്ന്. അത് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞു നടക്കുന്ന കുറേ എണ്ണമാണ് ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതാണ് എനിക്ക് അത്ഭുതം. ഇവരുടെയൊക്കെ ചിന്താശേഷി എവിടെ? ബുദ്ധിയും ചിന്താശേഷിയുള്ള മനുഷ്യരല്ലേ നിങ്ങളൊക്കെ? ഈ കണക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണല്ലോ. ഇങ്ങനെയുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരും. ഇത് RSS അവിടെ നിന്ന് അവരെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നതാണ്, സംഘികളുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ശരി, അത് വിഴുങ്ങിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഛർദ്ദിക്കുന്നതിന് മുമ്പ് ഒന്ന് പരിശോധിച്ച് നോക്കണ്ടേ ഇതൊക്കെ എന്താണ്, കണക്കൊക്കെ ഉള്ളത് തന്നെയാണോ എന്ന്, അല്ലേ? അത് ചെയ്യണ്ടേ? ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രമല്ല കേട്ടോ, ദളിതർക്കും ആദിവാസികൾക്കും നേരെയുള്ള അതിക്രമങ്ങളിലും വർധനവുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് നോക്കി അവിടെ സൈറ്റിൽ ചെന്ന് നോക്കിയാൽ കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ കണക്കാണ്, സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതാണ്. ഈ ഡോക്യുമെൻ്റ് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. BJP അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലും അതുപോലെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം പാസ്സാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളിലുമാണ് ദളിതർക്കും ആദിവാസികൾക്കും നേരെയുള്ള അതിക്രമങ്ങളിൽ വലിയ തോതിലുള്ള വർധനവുണ്ടായിട്ടുള്ളത്. ഈ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പൂട്ടാൻ വേണ്ടിയാണെന്നാണ് കേരളത്തിലെ അവർണ സംഘികളും ദളിത് സംഘികളും ആദിവാസി സംഘികളും ഒക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത് വെറും വിവരക്കേടാണ്, അറിവില്ലായ്മയാണത്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ ഒന്നാമത്തെ ഇര അതിവിടുത്തെ അവർണരും ദളിതരും ആദിവാസികളുമാണ്, അല്ലാതെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നുമല്ല. പഴയ ആർഷ സംസ്കാര കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ പൂർവികരോട് ഇടപെട്ടിരുന്നത് പോലെ ഇന്ന് ദളിതരോടും അവർണരോടും ആദിവാസികളോടും സവർണർ ഇടപെടാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ മതം മാറി ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആവുമെന്ന് പേടിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അവർണരെ അല്ലെങ്കിൽ ദളിതരെ ആദിവാസികളെ നിങ്ങളോട് നമ്മളിപ്പോൾ വായിച്ചു കേട്ടതുപോലെ തിരുവിതാംകൂറിൽ അന്ന് ചെയ്തിരുന്നത് പോലെയൊന്നും ചെയ്യാത്തത്. കാരണം നിങ്ങൾ മതം മാറി മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ ഹിന്ദു മതത്തിലെ ആൾക്കാരുടെ എണ്ണം കുറയുന്നു, അവിടെ ആൾക്കാരുടെ എണ്ണം കൂടുന്നു. ഇത് ജനാധിപത്യ കാലമാണ്. അധികാരത്തിലെത്തണമെങ്കിൽ ആളെണ്ണം വേണം, ഭൂരിപക്ഷം വേണം, വോട്ട് ഭൂരിപക്ഷം വേണം. അപ്പോൾ ഇവിടെ നിന്ന് ആൾ കുറഞ്ഞ് അപ്പുറത്ത് കൂടിക്കഴിഞ്ഞാൽ അവൻ അധികാരത്തിലെത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെയൊക്കെ പൂർവികരോട് ഇടപെട്ടതുപോലെ ഇന്ന് ഇവർ നിങ്ങളോട് ഇടപെടാത്തത്. അല്ലാതെ നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാൽ ഈ നിർബന്ധിത മതപരിവർത്തന നിരോധനം പാസ്സാക്കിയ സംസ്ഥാനങ്ങളിലുള്ള ആർഷ സംസ്കാര ടീംസിന് നല്ല ധൈര്യമായി. ഇനി ഇവന്മാർ മതം മാറുമെന്ന് പേടിക്കണ്ട, ഇവന്മാർ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവർക്ക് ആകെ രക്ഷപ്പെടാനുള്ള ഒരേ വഴി ഉണ്ടായിരുന്നുള്ളൂ, അത് മതം മാറ്റമാണ്. അത് ഞങ്ങളിവിടെ നിയമം കൊണ്ടുവന്നു, അതിനിപ്പോൾ നടക്കുകയില്ല, അല്ലെങ്കിൽ നടക്കണമെങ്കിൽ കുറേ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇനി രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഇനി ഇവനെ ഉപദ്രവിക്കാം. അതുകൊണ്ടാണ് ഈ മതപരിവർത്തന നിരോധന നിയമം വന്നിരിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം പാസ്സാക്കിയിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അവർണരും ദളിതരും മുൻപത്തേക്കാൾ അധികമായിട്ട് ഇപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ബോധം കേരളത്തിലെ അവർണ സംഘികൾക്കും ഇല്ല, ദളിത് സംഘികൾക്കും ഇല്ല, ആദിവാസി സംഘികൾക്കും ഇല്ല. അവർ പറയുന്നത് ഇന്ത്യ ഒട്ടാകെ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരണമെന്നാണ്. അത് അവിടെ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ പോരാ, അത് ഇന്ത്യ ഒട്ടാകെ കൊണ്ടുവരണം. അപ്പം അങ്ങനെ പറയുന്ന ദളിത് സംഘികളോടും ആദിവാസി സംഘികളോടും അവർണ സംഘികളോടും ഞാൻ പറയട്ടെ, സഹസ്രാബ്ദങ്ങളായി നിങ്ങളുടെ പൂർവികരെ പീഡിപ്പിച്ചത് ഏത് കാരാഗൃഹത്തിലിട്ടിട്ടാണോ ആ കാരാഗൃഹത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകവാതിൽ നിങ്ങളെ കൊണ്ട് തന്നെയാണ് അവർ പൂട്ടിപ്പിക്കുന്നത്. നിങ്ങളെ കൊണ്ട് തന്നെ പൂട്ടിപ്പിച്ച് അതിൻ്റെ താക്കോൽ അവർ വലിച്ചെറിഞ്ഞ് കളയാൻ പറയുകയാണ് നിങ്ങളോട്. ഇനി ഒരിക്കലും അതിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുകയില്ല. അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിങ്ങൾക്കില്ലാതായി പോയല്ലോ. അവർണ സംഘികളെ, ദളിത് സംഘികളെ, ആദിവാസി സംഘികളെ. നിങ്ങളുടെ വിചാരം ഇതൊക്കെ ക്രിസ്ത്യാനികളെ പൂട്ടാനാണ്, മുസ്ലിങ്ങളെ പൂട്ടാനാണ്. ഞങ്ങളെല്ലാം ഹിന്ദുക്കൾ, നമ്പൂതിരി മുതൽ നായാടി വരെ ഞങ്ങളെല്ലാം ഒന്ന്. ഇല്ല, അങ്ങനെയൊന്നുമല്ല. ഇത് ജനാധിപത്യ യുഗമായതുകൊണ്ട് നിങ്ങളെ ചേർത്ത് നിർത്തുന്നതേ ഉള്ളൂ, അല്ലാതെ നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. കാരണം അവരുടെ മതഗ്രന്ഥങ്ങൾ അതാ പറയുന്നത്. നിങ്ങളോട് എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യം അവരുടെ മതഗ്രന്ഥങ്ങളിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചതുപോലെയേ അവർക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നമുക്ക് ചരിത്രത്തിലേക്ക് മടങ്ങി വരാം.
റിങ്കിൾ ടോബ് തിരുവിതാംകൂറിൽ എത്തിയതിന് ശേഷം അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ ധാരാളം ശ്രമിച്ചിട്ടുണ്ട്. റിങ്കിൾ ടോബ് തെക്കൻ തിരുവിതാംകൂറിൽ എത്തിയ സമയത്ത് അവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ ദുരിതങ്ങൾ സർക്കാരിൽ അറിയിക്കാൻ കഴിവുള്ള ഒരു നേതാവിനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ മിഷണറിമാർ അവിടുത്തെ നാടാർമാരുടെയും പറയരുടെയും മറ്റ് പിന്നോക്ക വിഭാഗക്കാരുടെയും ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, തിരുനെൽവേലി അത് തമിഴ്നാട്ടിലുള്ള ക്രിസ്ത്യൻ മിഷണറിമാർ അങ്ങനെ വരുത്തിയ മാറ്റങ്ങളൊക്കെ ഈ തെക്കൻ തിരുവിതാംകൂറിലുള്ള അവർണർ അറിഞ്ഞിരുന്നു, അവർ കേട്ടറിഞ്ഞിരുന്നു. പിന്നെ ചിലരൊക്കെ അവരുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയപ്പോൾ നേരിട്ട് കണ്ടറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഇടയിലും വേണം, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം, ഉന്നതി വേണമെന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കന്യാകുമാരിയിലുള്ള മൈലാടി എന്ന് പറയുന്ന സ്ഥലത്താണ് റിങ്കിൾ ടോബ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മൈലാടിയിലുള്ള ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ റിങ്കിൾ ടോബ് ആവശ്യപ്പെട്ടതോടുകൂടി അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തിലൊരു നേതാവിനെ കണ്ടെത്തുകയാണ്. അപ്പോൾ ബ്രാഹ്മണ മതക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അപകടം മനസ്സിലായി. തങ്ങൾ അടിച്ചമർത്തി വച്ചിരിക്കുന്ന ഈ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടായാൽ അത് തങ്ങളുടെ മേധാവിത്വത്തിന് മാത്രമല്ല തങ്ങളുടെ മതത്തിനും ദോഷം ചെയ്യും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. കാരണം ആ മതത്തിൻ്റെ ഘടന അങ്ങനെയുള്ളതാണ്. ആ മതം ജനനത്തിൻ്റെ പേരിൽ മനുഷ്യരെ ഓരോരോ തട്ടുകളായി തിരിച്ച് അവരുടെ അധ്വാന ഫലം ചൂഷണം ചെയ്തുകൊണ്ട് ബ്രാഹ്മണരെ തീറ്റിപ്പോറ്റുന്ന ഒരു സെറ്റപ്പാണ് ആ മതത്തിനകത്തുള്ളത്. അപ്പോൾ തങ്ങൾ അടിച്ചമർത്തി വച്ചിരിക്കുന്ന, തങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ സ്വതന്ത്രരാക്കി കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് അവരെ ചൂഷണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മതത്തിൻ്റെ ഈ ഘടന തകർന്നു പോകും. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ റിങ്കിൾ ടോബിനെതിരെ തിരിയുന്നത്. അവർ പുതുതായി ക്രിസ്ത്യാനികളായി തീർന്ന ആൾക്കാരെയൊക്കെ ഭരണകൂടത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് വളരെയധികം പീഡിപ്പിച്ചു. കാരണം ആ പീഡനം കണ്ട് മറ്റുള്ളവർ ക്രിസ്ത്യാനികളാകാൻ പാടില്ല, അതായിരുന്നു അവരുടെ ചിന്ത. പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. കൂടുതൽ ആളുകൾ ക്രിസ്ത്യാനികളായിക്കൊണ്ടിരുന്നു, പീഡനവും അതനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരുന്നു. റിങ്കിൾ ടോബ് 1816 മിഷണറിയായി ശ്രീലങ്കയിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞതിന് ശേഷവും തിരുവിതാംകൂർ ഭരണകൂടത്തിൻ്റെ ക്രിസ്ത്യൻ പീഡനം തുടർന്നുകൊണ്ടിരുന്നു. ധാരാളമായിട്ടുള്ള പീഡനം ഉണ്ടായിരുന്നു. നമ്മൾ സഭാചരിത്രമൊക്കെ നോക്കണം, അക്കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ രേഖയാക്കി വച്ചിരിക്കുന്നത്. CM ആഗൂറിൻ്റെ ചർച്ച് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂറിൽ ഇത്തരം പീഡനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിന്ന് ഈ റിങ്കിൾ ടോബ് വിട്ടുപോയതിന് ശേഷം 1816 അദ്ദേഹം വിട്ടുപോയതിന് ശേഷമുള്ള ആ പീഡനം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ പേജ് 56-57 ഞാൻ അതിൽ നിന്ന് വായിക്കാം. 1829 1858 കഠിനമായ പീഡനങ്ങളും ശ്രദ്ധേയമാണ്. ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും അശുദ്ധമായ ജോലികൾ ചെയ്യാനും വിഗ്രഹാരാധനയിൽ പങ്കെടുക്കാനും അവരെ നിർബന്ധിക്കുകയും ചെയ്തു. അവരെ മർദ്ദിക്കുകയും ചങ്ങലക്കിടുകയും പലവിധ കള്ളാരോപണങ്ങൾ ചുമത്തി ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ക്രിസ്ത്യൻ വീടുകൾ, പള്ളികൾ, സ്കൂൾ മുറികൾ, മിഷണറി കെട്ടിടങ്ങൾ എന്നിവ കൊള്ളയടിക്കുകയും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. മിഷണറിമാർ പരസ്യമായി അപമാനിക്കപ്പെട്ടു. ക്രിസ്ത്യൻ സ്ത്രീകൾ ചന്തകളിലും ഹൈവേകളിലും വെച്ച് ശല്യപ്പെടുത്തപ്പെടുകയും അവരുടെ മേൽവസ്ത്രം നീക്കം ചെയ്യാൻ നിർബന്ധിതരാവുകയും മറ്റ് നിന്ദകൾക്ക് വിധേയരാവുകയും ചെയ്തു. ഇത് ക്രിസ്തുമതത്തെ തകർക്കാനുള്ള വിപുലവും വലിയതുമായ ഒരു ശ്രമമായിരുന്നു. ക്രിസ്തീയ മതത്തിൻ്റെ വ്യാപനത്തോട് ജനങ്ങൾ ഒരു തരത്തിലും സഹിഷ്ണുതയുള്ളവരായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ നിന്നുള്ള ഈ സംഭവങ്ങൾ കാണിക്കുന്നു. CM ആഗൂർ ചർച്ച് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ പേജ് 56-57. ഇത് സാമുവൽ മെറ്റിയർ ലാൻഡ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 275 പേജിലും ആ പീഡനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനതും ഒന്ന് വായിക്കാം. ക്രിസ്തുമതത്തെ എതിർക്കുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുകയും അവരുടെ എതിർപ്പിന് കാരണമാവുകയും ചെയ്തത് സുവിശേഷത്തിൻ്റെ ശ്രദ്ധേയമായ പുരോഗതിയും ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ വർധനവും പുതിയ സഭായോഗങ്ങളും മിഷൻ കേന്ദ്രങ്ങളും രൂപപ്പെട്ടതുമാണ്. താമസിയാതെ പീഡനങ്ങളുടെ തീ ആളിക്കത്താൻ തുടങ്ങി. തിരുവിതാംകൂർ മിഷൻ്റെ ചരിത്രത്തിലുടനീളം ശ്രദ്ധേയമായ ഓരോ പുരോഗതിയും കൈവരിച്ചപ്പോൾ അത് ഹിന്ദുക്കളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരുടെ അസൂയയും വിദ്വേഷവും ഉണർത്തുകയും ദൈവിക സത്യത്തിൻ്റെ വ്യാപനം അക്രമത്തിലൂടെയും അതിക്രമത്തിലൂടെയും തടയാൻ ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. സാമുവൽ മെറ്റിയർ ദ ലാൻഡ് ഓഫ് ചാരിറ്റി പേജ് 275. സുവിശേഷത്തിൻ്റെ ശത്രുക്കൾക്ക് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ പറ്റാത്തൊരു കാര്യമുണ്ട്. ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനങ്ങൾ എത്രത്തോളം ഉണ്ടാകുമോ അത്രത്തോളം ക്രിസ്ത്യാനിറ്റി വളരും. എത്രത്തോളം നിങ്ങൾ ഉപദ്രവിക്കുന്നുവോ, എത്രത്തോളം നിങ്ങൾ പീഡിപ്പിക്കുന്നുവോ, എത്രത്തോളം നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ക്രിസ്ത്യാനിറ്റി വളർന്നുകൊണ്ടേയിരിക്കും. ക്രിസ്ത്യാനികളെ ജയിലിൽ കൊണ്ടിട്ടാൽ ജയിൽ സൂപ്രണ്ടിനോട് സുവിശേഷം പറഞ്ഞ് ക്രിസ്തുവിലേക്ക് അവർ ക്ഷണിക്കും. അത് ഇക്കാലത്ത് പലയിടങ്ങളിലുണ്ട്. ഇറാൻ പോലെയുള്ള പലയിടങ്ങളിലും ഇത് നടക്കുന്നുണ്ട്.
ഇന്ന് മാത്രമല്ല പണ്ടുമുണ്ട്, നമ്മൾ ബൈബിളിലും കാണുന്നുണ്ടല്ലോ, അപ്പോസ്തല പ്രവൃത്തി കാണുന്നുണ്ട്. സുവിശേഷ വിരോധികൾ പൗലോസിനെയും ശീലാസിനെയും ഫിലിപ്പിയിലെ കാരാഗൃഹത്തിലടച്ചു. ഇനി ഇവരെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ച് സുവിശേഷ വിരോധികൾ സമാധാനത്തോടെ വീട്ടിലേക്ക് പോയി രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്ത് വന്നപ്പിണ്ടടാ, ദേ ആ കാരാഗൃഹത്തിൻ്റെ പ്രമാണി സൂപ്രണ്ട്, ജയിൽ സൂപ്രണ്ട് ക്രിസ്ത്യാനിയായിരിക്കുന്നു. അവൻ മാത്രമല്ല, അവൻ്റെ കുടുംബവും ക്രിസ്ത്യാനിയായി നിൽക്കുന്നു. അത് കഴിഞ്ഞ് പൗലോസിനെ റോമിൽ തടവിക്കൊണ്ടുപോയിട്ടു. റോമിൽ അന്നേരം സീസറിൻ്റെ കൊട്ടാരത്തിലുള്ളവർ, കൈസറിൻ്റെ കൊട്ടാരത്തിലുള്ളവരോട് സുവിശേഷം പറഞ്ഞ് അവരെയും ക്രിസ്ത്യാനികളാക്കി. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് വന്ദനം ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. കൈസറുടെ അരമനയിലുള്ള വിശുദ്ധന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന്. അപ്പോൾ കൈസറുടെ അരമനയിൽ എന്തുണ്ട്? ക്രിസ്ത്യാനികളുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സുവിശേഷത്തിൻ്റെ ശക്തി, ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ വിജയം എന്ന് പറയുന്നത്. പീഡനത്തിന് മുമ്പിൽ ഭയന്ന് ഓടിപ്പോകുന്നവരോ പരാജയപ്പെട്ട് മടങ്ങുന്നവരോ അല്ല ക്രിസ്ത്യാനികൾ. നിങ്ങൾ എത്രത്തോളം പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ഞങ്ങൾ ശക്തി പ്രാപിക്കും. കാരണം പീഡനം കൂടുതലായി ഉണ്ടാകും തോറും മനുഷ്യനിലുള്ള ആശ്രയം വെടിഞ്ഞ് ദൈവത്തിൽ ആശ്രയം വയ്ക്കാൻ തുടങ്ങും. ഓരോ ക്രിസ്ത്യാനി അവന് മനസ്സിലാവും എല്ലാവർക്കും പീഡനമാണ്, തങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനും പീഡനത്തിന് വിധേയമാണ്. അപ്പോൾ അവിടെ നിന്ന് ഒന്നും സഹായം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, ഇനി ദൈവത്തിങ്കിലേക്ക് തന്നെ തിരിയുക. അപ്പോൾ എല്ലാവരും ഏക മനസ്സോടെ ദൈവത്തിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം അവിടെ ഉണ്ടാകും. അത് മാറ്റം കൊണ്ടുവരും. ഇത് പൗലോസിൻ്റെ ശീലാസിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അത് റിങ്കിൾ ടോബ് അങ്ങനെ തന്നെയുള്ളൊരു മനുഷ്യനായിരുന്നു. ഈ റിങ്കിൾ ടോബ് അധസ്ഥിത ജനങ്ങൾക്കിടയിലാണ് പ്രധാനമായും പ്രവർത്തിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ചില സമയത്ത് അദ്ദേഹം ഉന്നത ജാതികളായിരിക്കുന്ന ആൾക്കാരുടെ അടുക്കിലേക്ക് പോയിട്ടുണ്ട്. ഉന്നത ജാതികളെന്ന് പറയുന്ന ആളുകൾ അവരുടെ അടുക്കിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ അടുക്ക് ചെന്ന് സുവിശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കേവലം ജാതിയിലുള്ള ഔന്നത്യം മാത്രമല്ല ഞാൻ പറയുന്നത്, അവർ ഇരിക്കുന്ന പൊസിഷൻ, ജോലി ചെയ്യുന്ന പൊസിഷൻ, രാജകൊട്ടാരത്തിലോ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്കൊക്കെ പോയിട്ടുണ്ട്. തിരുവിതാംകൂർ സർക്കാർ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന കാലത്ത് റിങ്കിൾ ടോബ് അന്നത്തെ ദിവാനായിരുന്ന ഉമ്മിണിത്തമ്പിയുടെ സഹോദരൻ്റെ അടുത്ത് നിന്ന് സുവിശേഷം പറഞ്ഞു. ഉമ്മിണിത്തമ്പിയുടെ സഹോദരനെ സുവിശേഷം പറഞ്ഞ് ക്രിസ്ത്യാനിയാക്കി സ്നാനപ്പെടുത്തുകയും ചെയ്തു റിങ്കിൾ ടോബ്. ഇവിടെ ഇതേ ഉമ്മിണിത്തമ്പിയും കൂട്ടരും ക്രിസ്ത്യാനികളെ കൊല്ലാൻ നടക്കുകയാണ്. അന്നേരം അപ്പുറത്ത് സഹോദരനെ ക്രിസ്ത്യാനിയാക്കി. ഞാനത് CM ആഗൂറിൻ്റെ ചർച്ച് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂറിൽ നിന്ന് വായിക്കാം. പേജ് 56 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഏകദേശം 1811 ദിവാൻ ഉമ്മിണിത്തമ്പിയുടെ സഹോദരൻ സാമുവൽ തമ്പി എന്ന പേരിൽ മിസ്റ്റർ റിങ്കിൾ ടോബിൻ്റെ കൈകളാൽ മാമോദിസ സ്വീകരിച്ചപ്പോൾ നാട്ടുകാരിൽ നിന്നും കൊട്ടാരത്തിൽ നിന്നും കഠിനമായ എതിർപ്പ് നേരിട്ടു. ഈ മതം മാറിയ വ്യക്തി കഠോരമായ പീഡനങ്ങൾക്കിരയായി. അദ്ദേഹത്തിന് സ്വത്തും കൊട്ടാരത്തിൽ നിന്നുള്ള അലവൻസും നിഷേധിക്കപ്പെട്ടു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സാമുവൽ തമ്പി ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷനായി. അദ്ദേഹം ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു എന്ന് പലരും സംശയിക്കുന്നു. CM ആഗൂർ ചർച്ച് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ പേജ് 56. ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പ്രവർത്തിക്കുന്ന വിധം. ആരെങ്കിലും സുവിശേഷത്തെ എതിർക്കുമ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെയും സുവിശേഷം അറിയിക്കുന്ന ആളുകളെയും നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ കുടുംബത്തിനകത്ത് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ ശക്തിയുള്ളവനാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ചരിത്രത്തിൽ അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ, ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പലയിടങ്ങളിലും. അത് ചരിത്രത്തിൽ നമ്മൾ തിരുവിതാംകൂർ രാജവംശത്തിലും അത് കാണുന്നു. ദിവാൻ ഉമ്മിണിത്തമ്പിയുടെ സഹോദരനെ ക്രിസ്ത്യാനിയാക്കി മാറ്റി. അപ്പം ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് വിജയം തരുന്നത് അങ്ങനെയൊക്കെയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഞങ്ങളെ ഉപദ്രവിക്കാൻ പറ്റും, തല്ലാൻ പറ്റും, കൊല്ലാൻ പറ്റും, ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റും, പക്ഷെ ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. ഞങ്ങൾ മരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് പരാജയമല്ല, അത് വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കർത്താവിന് വേണ്ടി നിന്ന് രക്തസാക്ഷിയാവുക എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു കാര്യം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അത് വിജയമാണ്. അപ്പം ഞങ്ങൾക്ക് ദൈവം വിജയം തരുന്നത് ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ ക്രിസ്ത്യാനികളാക്കി തരും. മനസ്സിലായോ? ഇനി ശശികല ടീച്ചർ പറയുന്ന രണ്ടാമത്തെ കാര്യമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ഹൈന്ദവ ഭരണാധികാരികൾ ആരാധനാ സ്വാതന്ത്ര്യം നൽകിയിരുന്നു എന്നുള്ളതാണത്. ഹിന്ദുക്കളുടെ മതസഹിഷ്ണുത പോലെ തന്നെയുള്ള ഒരു വലിയ നുണയാണ് അതും, ആരാധനാ സ്വാതന്ത്ര്യം നൽകി എന്ന് പറയുന്നത്. ഏതായാലും അതിൻ്റെ ചരിത്രം വിശദമായിട്ട് പറയാൻ ഇപ്പോൾ സമയമില്ല. പിന്നീട് സാക്ഷിയുടെ മറ്റൊരു മീറ്റിങ്ങിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ്. എങ്കിലും ഞാൻ ഒരു ഹിന്റ് തരാം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന കെട്ടിടം ഉണ്ടല്ലോ, സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന കെട്ടിടം, ഇതാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റൻ്റ് പള്ളി.
റിങ്കിൾ ടോപ്പ് മൈലാടിയിൽ പണിതത്. മൈലാടിയിൽ ഈ ഒരു കെട്ടിടം പണിയാൻ വേണ്ടി റിങ്കിൾ ടോപ്പും പണിയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ബ്രാഹ്മണരും ദിവാനും ശ്രമിച്ചതിന് കയ്യും കണക്കുമില്ല. അതിൻ്റെ ചരിത്രം വിശദമായിട്ട് പറയേണ്ടുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം അനുവദിച്ച വേറൊരു മീറ്റിങ്ങിൽ അത് പറയാം. എങ്കിലും ആ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ ഞാൻ RN യേശുദാസ് എഴുതിയ ഒരു ജനതയുടെ ഐതിഹാസിക പോരാട്ടം തിരുവിതാംകൂറിൽ എന്ന പുസ്തകത്തിൻ്റെ പേജ് 11 നിന്നൊരു ഭാഗം വായിക്കാം. CM ആഗൂറിൻ്റെ വാക്കുകൾ അനുസരിച്ച് 9 പുരോഹിതന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും പുരുഷന്മാരും അടക്കം 3000-ലധികം വരുന്ന ക്രിസ്ത്യാനികൾ അംഗവിച്ഛേദം ചെയ്യപ്പെടുകയും കശാപ്പ് ചെയ്യപ്പെടുകയും ഭേദ്യം ചെയ്യപ്പെടുകയും തടാകങ്ങളിൽ എറിയപ്പെടുകയും ഉണ്ടായി. അങ്ങനെ മൈലാടിയിൽ പള്ളി വയ്ക്കാനുള്ള അനുവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തിരുവിതാംകൂറിലുണ്ടായ ഒരു യുദ്ധത്തിന് പോലും പ്രധാന കാരണമായി എന്ന് പറയാം. RN യേശുദാസ്, ഒരു ജനതയുടെ ഐതിഹാസിക പോരാട്ടം തിരുവിതാംകൂറിൽ, പേജ് 11. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾക്ക് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരു കെട്ടിടം പണിയാനുള്ള അനുവാദം കിട്ടാൻ അവർ കൊടുക്കേണ്ടി വന്ന വിലയാണിത്. 9 പുരോഹിതന്മാരടക്കം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമായ 3000-ഓളം ആളുകൾ. അവരിൽ ചിലരുടെ കൈ പോയി, ചിലരുടെ കാല് പോയി, ചിലരുടെ കാത് പോയി, ചിലരുടെ കണ്ണ് പോയി. കൂടാതെ ഒരു വലിയ യുദ്ധം ഉണ്ടായി, മക്കാളയും ഉമ്മിണിത്തമ്പിയും തമ്മിലുള്ള യുദ്ധം. അതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ ഇതാണ്, പള്ളി വയ്ക്കാനുള്ള അനുവാദം അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ചരിത്രം ഇതായിരിക്കെ ശശികല ടീച്ചറെ പോലെയുള്ളവർ പറയുകയാണ്, ഈ നാട്ടിൽ ക്രിസ്ത്യാനികൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഹിന്ദുക്കൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന്. ഈ കാവ്യ ഭീകരന്മാർ ചരിത്രത്തെ ബലാത്സംഗം ചെയ്യുകയാണ്. ചരിത്രത്തെ വ്യഭിചരിക്കുകയല്ല, ചരിത്രത്തെ ബലാത്സംഗം ചെയ്യുകയാണ്. തിരുവിതാംകൂറിലെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം കഷ്ടത സഹിക്കേണ്ടി വന്നു. അത് ചരിത്രമാണ്, രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന ചരിത്രമാണ്. അന്നേരം ഇവർ പറയാണ്, അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന്. ഈ ചരിത്രത്തിലുള്ള ക്രിസ്ത്യാനികളുടെ അതുപോലെ പൊതുജനങ്ങളുടെയൊക്കെ അജ്ഞതയെ ഇവർ സമർത്ഥമായി മുതലെടുപ്പ് നടത്തുകയാണ്. ഈ ചരിത്രമൊക്കെ നമ്മൾ വായിച്ചിരിക്കേണ്ടതാണ്. ആഗൂറിൻ്റെ ക്രൈസ്തവ ചരിത്രമായാലും മറ്റ് ക്രൈസ്തവ ചരിത്രങ്ങളും അതെല്ലാം, തിരുവിതാംകൂറിൻ്റെ തിരുവിതാംകൂറിൻ്റെ അല്ല, കൊച്ചിയുടെ ആയാലും മലബാറിൻ്റെ ആയാലും ഇന്ത്യയുടെ ആയാലും ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിയണം. കാരണം ഇവർ ഈ ചരിത്രം പറഞ്ഞിട്ടാണ് ആൾക്കാരെ വഞ്ചിക്കുന്നത്. ഈ കാവ്യ ഭീകരന്മാരെ ചരിത്രം പറഞ്ഞിട്ടാണ് കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഏറ്റു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സുവിശേഷകന്മാരും പാസ്റ്റർമാരും മൂപ്പന്മാരും പള്ളിയിലച്ചന്മാരും ഉണ്ട്. അതാണ് അതിനേക്കാളും വലിയ ദുര്യോഗം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ല, ഈ അജ്ഞത എന്ന അന്ധകാരത്തിൻ്റെ മറവിൽ ചരിത്രത്തെ ബലാത്സംഗം ചെയ്യുകയാണ് കാവ്യ ഭീകരന്മാർ. അന്നേരം ഈ ടീമുകൾ, ഈ പറഞ്ഞ അച്ഛന്മാരായാലും പാസ്റ്റർമാരായാലും സുവിശേഷകന്മാരായാലും മൂപ്പന്മാരായാലും ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇവർ പോയിട്ട് ചൂട്ട് പിടിച്ചു കൊടുക്കുകയാണ്. അതിന് ബലാത്സംഗം ചെയ്യുമ്പോൾ അത് കണ്ട് തടയേണ്ടവനാണ് ഏതൊരു മനുഷ്യനും. ക്രിസ്ത്യാനി എന്നുള്ള പോട്ടെ, ക്രിസ്ത്യാനി തടയണം എന്നുള്ളതല്ല, മനുഷ്യത്വമുള്ള ഏതൊരുത്തിനും ഒരു ബലാത്സംഗം കണ്ടാൽ തടയേണ്ടവനാണ്, അല്ലാതെ ചൂട്ട് പിടിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. ഇവരതാ ചെയ്യുന്നത്. ചരിത്രത്തെ അവർ ബലാത്സംഗം ചെയ്യുമ്പോൾ ഇവർ ചൂട്ട് പിടിച്ചു കൊടുക്കുന്നു. അയ്യോ, കഷ്ടം തന്നെ. നിങ്ങളുടെ പ്രസംഗത്തിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പാസ്റ്റർമാരായാലും സുവിശേഷന്മാരായാലും പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങളിതൊന്നും പറഞ്ഞില്ലെങ്കിൽ, അതായത് ഹിന്ദുക്കൾക്ക് ഇത്ര വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തന്നിട്ടുള്ള കാര്യമൊന്നും നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഒരാൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല, നിങ്ങളെന്താ ആ കാര്യം പറയാതിരുന്നതെന്നൊന്നും ചോദിക്കുകയില്ല. കാരണം നടക്കാത്ത കാര്യമാണ്. നടക്കാത്ത കാര്യം പറഞ്ഞാൽ എന്താണെന്ന് ആരും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ നടക്കാത്ത കാര്യം നടന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ചരിത്രത്തിനെ നിങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർ വളച്ചൊടിച്ചുകൊണ്ട് പറയുമ്പോൾ, അവൾ ചരിത്രത്തെ വ്യഭിചരിച്ചും ബലാത്സംഗം ചെയ്യും ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതങ്ങനെ തന്നെ നിങ്ങൾ ഏറ്റുപാടുന്നത് അത് ഈ ജനങ്ങളോട്, നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന വഞ്ചനയാണ്. നിങ്ങളതിന് കണക്ക് പറയേണ്ടി വരും, ദൈവം മുമ്പാകെ കണക്ക് പറയേണ്ടി വരും. ഈ കാവ്യ ഭീകരന്മാർ ഇത് ചെയ്യുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. അവർ ചരിത്രത്തെ വ്യഭിചരിച്ചും വളച്ചൊടിച്ചും ബലാത്സംഗം ചെയ്തും തന്നെയാണ് ഇത്ര എത്തിയിരിക്കുന്നത്. ഇന്ന് അവർ എത്തിയിരിക്കുന്ന ആ ഭരണത്തിൻ്റെ ഔന്നത്യത്തിലായാലും ശരി, മറ്റെവിടെ ആയാലും ശരി, അതെല്ലാം എത്തിയത് ചരിത്രത്തെ തമസ്കരിച്ചിട്ട് തന്നെയാണ്, ചരിത്രത്തെ വളച്ചൊടിച്ചിട്ടാണ്, ചരിത്രത്തെ അപനിർമ്മിച്ചിട്ടാണ്. അതുകൊണ്ട് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല, അത് സ്വാഭാവികമാണ്. പക്ഷെ അവർ പറയുന്ന ആ കള്ളക്കഥകൾ അതേപടി നിങ്ങളെന്തിനാണ് ഏറ്റുപറയാൻ നിൽക്കുന്നത്? നിങ്ങളെന്തിനാണ് നിങ്ങളുടെ മുമ്പാകിരിക്കുന്ന ജനത്തെ വഞ്ചിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്നത് മഹാ അപരാധമാണ്. ഒരു സുവിശേഷകനാകട്ടെ, പാസ്റ്ററാകട്ടെ, മൂപ്പനാകട്ടെ, അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനാകട്ടെ, ആരുമാകട്ടെ,
നിങ്ങളൊരു ക്രൈസ്തവ കൂട്ടത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഇത്തരം വ്യാജങ്ങൾ നിങ്ങളെന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? എന്തിനാണ് അതൊക്കെ അടിച്ചു വിടുന്നത്? നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുന്ന ഈ ജനത്തിൻ്റെ കണക്ക് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ കൊടുക്കേണ്ടി വരുന്നൊരു ദിവസമുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. തലമുറകളെ കള്ളം പറഞ്ഞ് വഴിതെറ്റിച്ചതിൻ്റെ ശാപം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, ചരിത്രത്തിൽ നടന്ന കാര്യങ്ങൾ എന്താണോ അത് പറയുക. അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ചരിത്രം പഠിക്കണം. ഒന്നാമത് വായിക്കണം, പഠിക്കണം, എന്നിട്ട് അടുക്കി വെച്ച് പറയണം. ഇനി പറയുമ്പോൾ പല ആൾക്കാരുടെയും വിരോധം നേരിടേണ്ടി വരും. എനിക്കറിയാം, ഈ പ്രസംഗമൊക്കെ കേട്ട് കഴിയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള, നിങ്ങൾക്ക് എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ് കർത്താവ് എന്നെ വിളിച്ചിങ്ങോട്ട് ഞാൻ വന്ന ആളാണ്. എന്നാൽ എൻ്റെ കുടുംബക്കാരും ബന്ധുക്കാരും ഒക്കെ ഇപ്പോഴും ഹിന്ദുക്കളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവർ കേട്ട് കഴിയുമ്പോൾ അവർക്ക് എന്നോട് സ്വാഭാവികമായിട്ടും വിഷമമൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. എന്നാലും അത് വിഷയമല്ല, അതൊന്നും വിഷയമില്ല എന്ന് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല ബന്ധങ്ങൾക്കും ഇതൊക്കെ വരും, അതൊക്കെ ശരിയാണ്. പക്ഷേ സത്യം പറയണം, സത്യം പറയണം. ചരിത്രത്തിൽ എന്ത് നടന്നോ അത് പറയണം. അല്ലാതെ ഈ നുണ പറഞ്ഞ് നിങ്ങളുടെ കേൾവിക്കാരെ നിങ്ങൾ വഞ്ചിക്കരുത്. ഇതിനു മുമ്പ് നിങ്ങളിങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരുന്നവന്മാരാണ്. അല്ലാഹുവും യഹോവയും ഒന്നാണ്, ആ യേശുവും ഈസയും ഒന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അന്ന് മുസ്ലിങ്ങളോടെ അവരുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ പോയ ആൾക്കാരാണ് നിങ്ങൾ. ആ കള്ളം വിശ്വസിച്ച് അനേകർ വഞ്ചിതരായിട്ടുണ്ട്. ഞങ്ങൾ വർഷങ്ങളോളം അധ്വാനിച്ചിട്ടാണ് അത്തരം കള്ളങ്ങളിൽ നിന്ന് ജനങ്ങളെ വിടിവിച്ചെടുത്തത്. അപ്പോൾ അതുപോലെ തന്നെയുള്ള മറ്റൊരു കള്ളമാണ് ഇതും. ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളോട് മതസഹിഷ്ണുത കാണിച്ചിട്ടുണ്ടെന്നുള്ളത്. കാവ്യഭീകരന്മാരത് പറയട്ടേന്നേ, ആ കള്ളം പറയാൻ വേണ്ടി തന്നെയാണ് അവർ ജനിച്ചിരിക്കുന്നത്, അവർ അത് തന്നെ പറയുകയുള്ളൂ. പക്ഷെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടുന്ന നിങ്ങൾ, സത്യത്തിൻ്റെ ആളത്വമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ, കാവ്യഭീകരന്മാർ പറയുന്ന കള്ളം പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല. ആ കള്ളം നിങ്ങൾ ഏറ്റുപറയുന്നവരാകരുത്. യേശുക്രിസ്തു നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ദൈവം മുമ്പാകെ നിങ്ങൾ അവരുടെ കണക്ക് കൊടുക്കേണ്ടതാണ്. ആ ഉത്തരവാദിത്തം ദൈവം മുമ്പാകെ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്, അത് മറക്കരുത്. ആ ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ ഈ ഖണ്ഡന പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്ത്യാനികളായ ഞങ്ങൾ വിദേശത്തു നിന്നും വന്നവരൊന്നുമല്ല എന്നുള്ള കാര്യം സംഘികളോട് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയട്ടെ. ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ആൾക്കാരാണ്, ഈ മണ്ണിൻ്റെ മക്കളാണ്. ഞങ്ങൾ ഹിന്ദു രാഷ്ട്രത്തിലെ പ്രജകളല്ല, മതേതര ജനാധിപത്യ ഇന്ത്യയിലെ പൗരന്മാരാണ്. ഇന്ത്യൻ ഭരണഘടന അതിലെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഭരണഘടന ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം വായിച്ചാൽ മതി, ആർട്ടിക്കിൾ 25 വായിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞത് അവിടെ കാണും. ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം അതവിടെ കാണും, വായിച്ചാൽ മതി. അപ്പം ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഞങ്ങൾ വിശ്വസിക്കും, ഞങ്ങൾ ആചരിക്കും, ഞങ്ങളത് പ്രചരിപ്പിക്കുകയും ചെയ്യും. മൂന്നാമത് പറഞ്ഞത് ഞാൻ ഊന്നി പറയുന്നു, ഞങ്ങളത് പ്രചരിപ്പിക്കുകയും ചെയ്യും. മനസ്സിലായോ? കാരണം അത് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്, മൗലിക അവകാശമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ വിട്ടു പോകാം, പൊക്കോ, ഞങ്ങൾ ആരും തടയാനില്ല. നിങ്ങൾ പൊക്കോ, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. പിന്നെ ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു വിടാമെന്നൊക്കെ നിങ്ങൾ വ്യാമോഹിക്കേണ്ട, ഞങ്ങളങ്ങനെ ഓടിപ്പോകുന്നവരുമല്ല. ഞങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാമെന്നും നിങ്ങൾ വ്യാമോഹിക്കേണ്ട, നടക്കുന്ന കാര്യമല്ല അത്. നിങ്ങളെക്കാളൊക്കെ വലിയ വലിയ പുള്ളികൾ, റോമാ സാമ്രാജ്യം അടക്കമുള്ള വലിയ പുള്ളികൾ ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യമാണ്. നിങ്ങൾ ശ്രമിച്ചാലും നടക്കുകയില്ല. കാരണം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തെ കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട, അത് വ്യാമോഹമാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പോ പകയോ വിദ്വേഷമോ ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിച്ചാലും ഞങ്ങൾ പിന്നെയും നിങ്ങളുടെ അടുക്കൽ സുവിശേഷവുമായിട്ട് വരുന്നത്. കാരണം നിങ്ങളുടെ രക്ഷയ്ക്ക് സുവിശേഷമല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ നല്ല സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് സുവിശേഷമല്ലാതെ മറ്റൊരു മാർഗമില്ല, മറ്റൊരു വഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുക്കിലേക്ക് ആ കാര്യവുമായിട്ട് ഞങ്ങൾ പിന്നെയും വരുന്നത്. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ കണ്ടെത്തുവാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ. അതിന് നല്ലവനും നന്മ ചെയ്യുന്നവനുമായ യേശു ക്രിസ്തുവിലേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.